നിയമസഭയിലെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഒരു നീക്കമുണ്ട്. ആ നീക്കത്തിലേക്ക് തന്നെ നമുക്ക് വരാം. കുവൈറ്റ് യാത്രയ്ക്ക് മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കത്തെഴുതിയത്. ഈ അനുമതി നിഷേധിച്ചത് അതീവ ബുദ്ധിമുട്ട് സംസ്ഥാനത്തിനുണ്ടാക്കി. ഒപ്പം തന്നെ ജനങ്ങളിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അവമതിപ്പുണ്ടാക്കാൻ ഇത് ഇടവെക്കുമെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ കത്ത് അയച്ചിരിക്കുന്നത്. കുവൈറ്റ് നമുക്കറിയാം, കുവൈറ്റ് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന മന്ത്രിസഭാംഗമായ വീണ ജോർജിന് പോവാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം വേഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടാവാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഈ കത്ത്. കാരണം ഈ സംഭവത്തിന് ശേഷം ഇത്തരമൊരു കത്ത് അയക്കുമ്പോൾ പ്രതിഷേധം അറിയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ നിലപാട് അറിയിക്കാൻ കൂടി പ്രധാനമായും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഈ കത്തിലെ വിശദാംശങ്ങൾ, അരുൺ? ആരോഗ്യമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. മന്ത്രിസഭാ തീരുമാനത്തെയാണ് ആ രീതിയിൽ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. സാധാരണഗതിയിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സർക്കാരാണത്. ജനങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനാണ് മന്ത്രിയെ വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അത് തടഞ്ഞത് അങ്ങേയറ്റം ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തെ പ്രധാനമന്ത്രി ഉപദേശിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്നത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള സഭയുടെ ചരമോപചാരമാണ്. സ്പീക്കർ എൻ ഷംസീർ ആദ്യം ചരമോപചാരം അർപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയ സംഭവത്തിൽ മന്ത്രിയെ നേരിട്ടയച്ച് ആശ്വസിപ്പിക്കുക സംസ്ഥാനം സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിയാണ്. അതിന് അനുമതി നിഷേധിച്ചത് ദൌർഭാഗ്യകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. മന്ത്രിസഭയുടെ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഭരണഘടനാ തത്വങ്ങളുടെ വെല്ലുവിളിയാണ്, ഫെഡറൽ സംവിധാനത്തിന്റെ വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി ഈ കത്തിൽ പറയുന്നു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണം. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നത്, പെരുമാറുന്നത്, അതിനനുസൃതമായി ഉള്ള നീക്കങ്ങൾ മാത്രമേ നടത്താവൂ എന്നും മുഖ്യമന്ത്രി പറയുന്നു. അതാണ് സാഹചര്യം. അരുൺ, നിയമസഭയിൽ മുഖ്യമന്ത്രി വീണ്ടും ഇക്കാര്യം വിശദീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മുഖ്യമന്ത്രി അത്ര വിശദമായി സഭയിൽ സംസാരിക്കുമോ ഇക്കാര്യത്തിൽ? ചരമോപചാരത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. നേരത്തെ ഈ വിവാദമുണ്ടായ ദിവസം തന്നെ, അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ ഭൗതികദേഹങ്ങൾ നെടുമ്പാശ്ശേരി കൊണ്ടുവന്ന ദിവസം തന്നെ മുഖ്യമന്ത്രി അന്ന് ചോദ്യം വന്നപ്പോഴും അത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കേണ്ട സമയമല്ല എന്ന് പറഞ്ഞ വിവാദം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഈ കത്തിലും അദ്ദേഹം അക്കാര്യം പറയുന്നുണ്ട്. ഇത് വിവാദമാക്കിയതിൽ ഏറ്റവും ചുരുങ്ങിയ പങ്ക് മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ, അത് വിവാദമാക്കാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റഫറൻസ് സമയത്ത് അത് പരാമർശിക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും മുഖ്യമന്ത്രി അവിടെ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സഭയിൽ. മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. എന്തായാലും വലിയൊരു നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകുന്നത്. പ്രധാനമന്ത്രിക്ക് കത്തയച്ചുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടിയിലുള്ള പ്രതിഷേധം അറിയിച്ചത്. വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയതാണ്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നടത്തിയ നീക്കമായിരുന്നു മന്ത്രിക്ക് അങ്ങോട്ടേക്ക് സന്ദർശിപ്പിക്കുക എന്നത്. പക്ഷേ അതിനാണിപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. അരുൺ, ഇതൊരു നയതന്ത്ര പ്രശ്നം, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയായി കേരളം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കേന്ദ്രം നടത്തുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതിന് തുടർച്ചയായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് അനുമതി ലഭിക്കാതെ വരിക. മാത്രമല്ല, സന്ദർശന ഉദ്ദേശം എന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ക്ഷേമം നൽകുക, അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു വലിയ ലക്ഷ്യമുള്ള സന്ദർശന ഉദ്ദേശത്തെ തന്നെ കേന്ദ്രം തെറ്റായി മാറ്റി എന്ന ഒരു വിമർശനം കൂടി കേരളം ഇതിലൂടെ ഉന്നയിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും അത്തരമൊരു വിമർശനം നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ മറ്റു മന്ത്രിമാർക്ക് ഒപ്പം പോകാനുള്ള അനുമതി നിഷേധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സയ്യിദ് ചോദിച്ച പോലെ മുഖ്യമന്ത്രി ആ വിഷയം പരാമർശിച്ചു. സഭയിൽ ചരമോപചാരത്തിനിടയിലും അദ്ദേഹം അനുമതി നിഷേധിച്ച കാര്യം, മന്ത്രിസഭാ തീരുമാനം, മന്ത്രിയെ അയക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തതാണ്. ആരോഗ്യമന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചുകൊണ്ട് അനുമതി ലഭിച്ചില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ചരമോപചാരത്തിലും പരാമർശിച്ചു പോയിട്ടുണ്ട്. നിരവധി സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തവരാണ്. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാതെ മരണമടേണ്ടി വന്നത് പ്രയാസകരമാണ്. നാടിന്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയവരാണ് പ്രവാസികൾ.
ഇത്തരം പ്രതിസന്ധികൾ അവർ ഇപ്പോഴും നേരിടുന്നുണ്ട്. ആരോഗ്യമന്ത്രി അയക്കാൻ തീരുമാനിച്ചുവെങ്കിലും അതിന് അനുമതി ലഭിച്ചില്ല. മരണപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിന്റെ കാര്യവും കേന്ദ്രം നൽകിയ സഹായത്തിന്റെ കാര്യവും ഒക്കെ മുഖ്യമന്ത്രി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ അതിർത്തി അമർഷം പ്രധാനമന്ത്രിക്ക് കത്തായി മാത്രമല്ല ഈ വിഷയത്തിലും പ്രവാസികൾക്ക് അനുശോചനം അർപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രി സഭയിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി നിയമസഭയിലും ഈ വിഷയം ഉന്നയിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം അറിയിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനുള്ള നീക്കത്തിന് കേന്ദ്ര അനുമതി നിഷേധിച്ചിരുന്നു. ഈ വിഷയമാണിപ്പോൾ പ്രതിപക്ഷം സർക്കാർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ കാര്യത്തിലെടുക്കുന്ന നിലപാട് കൂടി പ്രസക്തമാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചതാണ് മന്ത്രിക്ക് യാത്രാനുമതി നിഷേധിച്ചത് തെറ്റായ നടപടിയായിപ്പോയി, അത് വളരെ മോശമായ കാര്യമെന്നാണ്. എന്നാൽ BJP അടക്കം ഉന്നയിച്ചത് ഇത് അനാവശ്യ വിവാദമാണ്, അനാവശ്യ രാഷ്ട്രീയം ഉന്നയിക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. സംസ്ഥാനത്തിനൊന്നും ഒരു പങ്കും അവിടെ വഹിക്കാനില്ല. വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അടക്കം ഇവിടെ എത്തിച്ചു. പിന്നെ എന്തിന് സംസ്ഥാനത്തിന് യാത്രാ അനുമതി എന്നതായിരുന്നു ചോദ്യം, സംസ്ഥാനത്തിന്റെ പങ്ക് എന്നതായിരുന്നു ചോദ്യം. പക്ഷേ അതിനപ്പുറം ഇത് കേരളത്തിന്റെ സംസ്കാരമാണ്. കേരളം ഇത്തരം ദുരന്തത്തിൽപ്പെട്ടുമ്പോൾ ആശ്വാസം അറിയിക്കുക കേരളത്തിന്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുമതി വേണം, അതുകൊണ്ടാണ് ഇത്തരം നീക്കം നടത്തിയത് എന്നത് സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരുന്നു. എന്തായാലും ഈ വിവാദത്തിൽ ഈ ദുരന്തത്തിന് ശേഷം അതൊരു പ്രതിഷേധമായി തന്നെ രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിലൂടെ കൃത്യമായ നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പ്രതിപക്ഷം ഈ നിയമസഭയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. അരുൺ, പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണെന്ന് നമുക്കറിയാം. കാരണം സർക്കാരിന് അനുസൃതമായ അല്ലെങ്കിൽ സർക്കാരിന് പിന്തുണ നൽകുന്ന നിലപാടാണ് പൊതുവിൽ പ്രതിപക്ഷവും സ്വീകരിച്ചത്. മന്ത്രിക്ക് യാത്രാനുമതി നൽകാതെ ഇരുന്നത് തെറ്റായിപ്പോയി എന്ന നിലപാട് പ്രതിപക്ഷവും നേരത്തെ സ്വീകരിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും അക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ അരുൺ? പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണോ? തീർച്ചയായും പ്രതിപക്ഷ നേതാവ് അക്കാര്യം തന്നെയാണ് പറയുന്നത്. മന്ത്രിയെ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ ഭേദമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. മന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ അനുമതി നിഷേധിച്ചത് തെറ്റായ നിലപാടാണ്, ഇത് ആവർത്തിക്കാൻ പാടില്ലാത്ത നിലപാടാണെന്ന് മന്ത്രി പ്രതിപക്ഷ വി ഡി സതീശനും സഭയിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ വികാരത്തിനൊപ്പം തന്നെയാണ് ആ വിഷയത്തിൽ പ്രതിപക്ഷവും നിലപാടെടുക്കുന്നത്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാനത്തൊരു മന്ത്രി അവിടേക്ക് പോകുന്നത് സ്വാഭാവികമായും സംസ്ഥാനത്ത് ഉള്ള ആളുകൾക്ക്, ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്, അതുപോലെ തന്നെ അവിടെ അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ ആശ്വാസമുണ്ടാകുന്ന നടപടിയാണ്. അതിന് അനുവദിക്കാത്തത് ശരിയായില്ല നിലപാടിൽ പ്രതിപക്ഷവും സർക്കാരും സഭയിലും ഒന്നിച്ചു നിൽക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സഭ ഈ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നിയമസഭയിൽ സംഭവിക്കുന്നതാണ്. എന്തായാലും പ്രതിപക്ഷവും ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് ഇക്കാര്യത്തിൽ ചേരുന്നു എന്നതാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കും പരിക്കേറ്റവർക്കും ആശ്വാസം നൽകുക, അവരെ ആശ്വസിപ്പിക്കുക എന്ന സംസ്ഥാനത്തിന്റെ ലക്ഷ്യം, അതിന് അനുമതി നൽകാതിരുന്നത് തെറ്റായിപ്പോയി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം അറിയിക്കുകയാണ് നിയമസഭ ഒരു ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അനുശോചനം അറിയിക്കുന്നു. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവം എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നിരവധി സ്വപ്നങ്ങളുമായിട്ടാണ് പ്രവാസ ജീവിതം പലരും തെരഞ്ഞെടുക്കുന്നത്. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാതെ മരണമടയേണ്ടി വന്നത് പ്രയാസകരമാണ്. നാടിൻ്റെ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയവരാണ് പ്രവാസികളെന്നും മുഖ്യമന്ത്രി പറയുന്നു. ആരോഗ്യമന്ത്രി അയക്കാൻ തീരുമാനിച്ചുവെങ്കിലും അനുമതി ലഭിച്ചില്ല. മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേന്ദ്രം 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്കും സഹായം നൽകുമെന്ന് പറയുന്നു. അതേസമയം അനുമതി നിഷേധിച്ചത് തെറ്റായ നിലപാടാണ് കേന്ദ്രത്തിൻ്റേത് എന്നത് പ്രതിപക്ഷ നേതാവും സഭയിൽ പറഞ്ഞു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ട് കുവൈറ്റ് ദുരന്ത വിഷയത്തിൽ നിലപാടെടുക്കുന്നു എന്നതാണ് സാഹചര്യം.